പറഞ്ഞിട്ട് ഇങ്ങോട്ട് പ്ലാൻ മാറിയതാണ്. അതേതായാലും നന്നായി, നല്ല അടിപൊളി വ്യൂ ആണ്. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ യാത്ര കണ്ണൂരിലെ പൈതൽ മലയിലേക്കാണ്. രാവിലെ 4 മണിക്ക് തന്നെ വീട്ടിൽ നിന്നിറങ്ങി കോഴിക്കോട് നിന്ന് ഏകദേശം 148 കിലോമീറ്റർ ഉണ്ട് പൈതൽ മലയിലേക്ക്. പോകുന്ന വഴിയിൽ ചായ കുടിക്കാമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാന്. പക്ഷേ ബൈപ്പാസിൽ വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ എവിടെയും ചായപ്പൊടിയും തുറന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് കുറേ ദൂരം ഓടിയതിനു ശേഷമാണ് നല്ലൊരു ചായയും കടിയും കിട്ടിയത്. നല്ല ചായയും കടിയൊക്കെ കിട്ടിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് വീശി. അതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ മുതൽ കണ്ണൂർ എത്തുന്നവരെ നിർത്താതെ മഴയാണ്. ഇതിനാണല്ലോ നമ്മൾ മൺസൂൺ റൈഡ് എന്ന് പറയാം. ഞങ്ങൾ അത് ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ഇറങ്ങിയത്. നല്ല മഴയോട് പെട്ടെന്ന് തന്നെ കണ്ണൂരെത്തി. അവിടുന്ന് കുറച്ച് ഞങ്ങളെ ഫ്രണ്ട്സും കൂടി ഞങ്ങളെ കൂടെ കൂടി. ഞങ്ങളുടെ നാട്ടിലുള്ള ടീംസ് തന്നെയാണ്, അവരും കൂടി ഞങ്ങളെ കൂടെ കൂടി. പിന്നെ അവിടുന്ന് ഒരു ഫുഡ് കോർട്ട് കയറിയിട്ട് നല്ല അടിപൊളി ഫുഡൊക്കെ അടിച്ചിട്ട് സെറ്റാക്കിയിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. പൈതൽ മലയ്ക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ആരും വഴിയൊന്നും ചോദിച്ചിട്ട് ഇറങ്ങാറേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ അടിച്ചാൽ തന്നെ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. നമ്മൾ ആരോടും വഴിയൊന്നും ചോദിക്കാൻ നിന്നിട്ടില്ല, നേരെ മാപ്പിൽ അടിച്ചൊരു ഒറ്റ പോക്ക്. നല്ല വളവും തിരിവും കുത്തനുള്ള കയറ്റവും ഇറക്കമൊക്കെ ഉള്ള റോഡുകളാണ്. അവസാനം ഞങ്ങൾ പൈതൽ മലയ്ക്കുള്ള ഏകദേശം ഒരു എൻട്രി പോയിൻ്റുള്ള സ്ഥലത്തേക്ക് എത്തി. അവിടെ എത്തിയപ്പോൾ തന്നെ നല്ല കാറ്റും കിടിലൻ കാറ്റാണ്. ആൾ പാറിപ്പോവാന്നൊക്കെ വേണമെങ്കിൽ പറയാം. അവിടെ എത്തുമ്പോൾ തന്നെ ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അവിടെ. അങ്ങോട്ട് കയറുമ്പോൾ തന്നെയുള്ള ഈ കാറ്റും ഈ പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് അവിടെ സ്പെൻഡ് ചെയ്തു. നല്ല അടിപൊളി ഒരു വ്യൂ കിട്ടിയപ്പോൾ അങ്ങനെ ഇരുന്ന് പോയതാണ്. മുകളിലേക്ക് കയറും തോറും കോട കൂടിക്കൂടി വരുന്നത് കാണുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. അങ്ങനെ നമ്മൾ പൈതൽ മലയുടെ എൻട്രി പോയിന്റിലെത്തി. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് മുകളിലേക്ക് പോകാൻ. 30 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റിന് ചാർജ് വരിക. പ്ലാസ്റ്റിക് കവറുകൾ കാര്യങ്ങളൊന്നും മുകളിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കുന്നതല്ല. അത് ഗവൺമെൻറ് എടുത്ത ഏറ്റവും നല്ലൊരു തീരുമാനം കൂടിയാണ്. കുട്ടികളെ കൊണ്ടുപോകുന്നവർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ബിസ്ക്കറ്റ് അങ്ങനത്തെ സാധനങ്ങളൊന്നും മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അത് വേണമെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രത്തിലൊക്കെയുള്ളൂ നമുക്ക് ഉള്ളിലേക്ക് കടത്താൻ പറ്റുള്ളൂ. നമ്മുടെ കൂട്ടത്തിലൊരു ബേബി ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ ഒരു കരുതാത്തത് കൊണ്ട് തന്നെ കുറച്ചധികം ബുദ്ധിമുട്ടി മുകളിലേക്ക് ഫുഡ് കൊണ്ടുപോകാൻ. ഞങ്ങളൊരു തുണിയിൽ പൊതിഞ്ഞിട്ടാണ് അവനുള്ള ബിസ്ക്കറ്റ് ഞങ്ങൾ എടുത്ത് മുകളിലേക്ക് കൊണ്ടുപോയത്. നമ്മൾ പോയത് മഴക്കാലത്തായതുകൊണ്ട് തന്നെ പോകുന്ന വഴിയും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഏകദേശം 3 കിലോമീറ്ററോളം ട്രക്ക് ചെയ്തിട്ട് വേണം ഇതിൻ്റെ ടോപ്പിലേക്ക് വ്യൂ പോയിന്റിലേക്ക് നമുക്ക് എത്താൻ. പക്ഷേ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്രത്തോളം ക്ഷീണമൊന്നും ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു. നമ്മൾ പോകുന്ന വഴി വലിയ കുത്തനുള്ള കയറ്റങ്ങളൊന്നുമല്ല, എല്ലാവർക്കും സാധാരണ കയറി പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വഴികളാണ്. അത്യാവശ്യം ഒരു കല്ലൊക്കെ പാകിയിട്ട് നല്ല വൃത്തിക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ പോകുന്ന വഴിയിലെല്ലാം ഇതുപോലത്തെ അരുവികൾ, വെള്ളച്ചാട്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. കുറച്ച് കയറിയപ്പോൾ തന്നെ ചെറിയ രീതിയിൽ മഴ പെയ്യാൻ തുടങ്ങി. തണുത്ത് വിറച്ച് മഴയും കൊണ്ട് മല കയറാൻ വല്ലാത്തൊരു വൈബ് തന്നെയാണ്. മലയുടെ മുകളിലെത്തിയപ്പോഴാണ് അതിമനോഹരമായ കാഴ്ച ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത്. ജീവിതത്തിൽ ജീവിച്ചെന്ന് തോന്നുന്ന ചില നിമിഷങ്ങളാണിതൊക്കെ. നല്ല കോട നിറഞ്ഞ മലനിരകൾ, തൊട്ടടുത്തുള്ള ആളിനെ പോലും കാണാൻ കഴിയാത്ത വിധം മഞ്ഞ് മൂടിക്കിടക്കുന്നു. സമയം കൂടുന്തോറും കോടയും കൂടിക്കൂടി വന്നു. അവിടെ എത്തിയപ്പോൾ കിട്ടിയ ഒരു റിലാക്സേഷൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പൈതൽ മലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്നും 4500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന 4124 ഏക്കറിൽ പരന്നു കിടക്കുന്നൊരു പ്രദേശമാണ് പൈതൽ മല. പൈതൽ മല എന്നും വൈതൽ മല എന്നും അറിയപ്പെടുന്നു. കേരള കർണാടക അതിർത്തിയിലാണ് പൈതൽ മല സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ നിന്നും 44 കിലോമീറ്റർ അകലെയാണ് പൈതൽ മല സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ പൈതൽ മലയിലാണുള്ളത്. നല്ല അടിപൊളി കോടയാണ്, നല്ല കോട ഉണ്ട്. നല്ല അടിപൊളി ക്ലൈമറ്റും മഴയും അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി. ഞങ്ങൾ വയനാട് കുറുമ്പലക്കോട്ടേക്ക് വെച്ച പ്ലാനാണിത്. പിന്നെ അത് പെട്ടെന്ന് കുറുമ്പലക്കോട്ട ഒരുപാട് വട്ടം കണ്ടതല്ലേ, കാണാത്തൊരു പ്ലേസിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പ്ലാൻ മാറിയതാണ്. അതേതായാലും നന്നായി, നല്ല അടിപൊളി വ്യൂ ആണ്. ഇപ്പം ഉച്ചയ്ക്ക് 1 മണിയാണ് സമയം. 1 മണിയാണ് സമയം. കാറ്റ് നല്ല കാറ്റാണ് വരുന്ന, അവിടെ അടിച്ച് കയറി വരുന്ന. വന്നത് മുതലായി എന്ന് പറയുന്നത്. നമ്മളിപ്പം പൈതൽ മലയുള്ളത്. എങ്ങനെയുണ്ട് ക്ലൈമറ്റ്? കക്കാടംപോയിലിനെക്കാട്ടിലും സൂപ്പർ പ്ലേസ്. കക്കാടംപോയിൽ കോടുണ്ട്, പക്ഷേ അതിന്റെ എക്സ്ട്രീം ലെവല്. 1 മണിയായി, ഉച്ചക്ക് 1 മണിയാ. എവിടെ സൂര്യനെ സൂര്യനെ കാണാനില്ല, കോട മാത്രമേ ഉള്ളൂ, സൂര്യനെ പോയി. മഴയുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഇവിടെ നല്ല കാറ്റാണ്. എല്ലാ സമയത്തും നല്ല കാറ്റാണ് ഇവിടെ. നമ്മൾ ഈ കോഴിക്കോട് മലപ്പുറം ജില്ലയിലുള്ള ആൾക്കാർക്കൊക്കെ ഈ സ്ഥിരം പോകുന്ന റൂട്ട് മാറ്റി പിടിച്ചിട്ട് പോകാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ് കണ്ണൂർ പൈതൽ മല. അപ്പോൾ ഒരിക്കലും ഈ ഒരു പ്ലേസ് മിസ് ചെയ്യാതിരിക്കുക. ഞങ്ങൾ ഈ നിൽക്കുന്ന സ്ഥലം മാത്രമല്ല ഇവിടെ ഉള്ളത്. കുറച്ച് മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വേറൊരു വാച്ച് ടവറും കുറച്ച് ഏരിയ കൂടി ഉണ്ട്. പക്ഷേ ഞങ്ങൾ അവിടേക്കൊന്നും പോകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല, അത്രത്തോളം കോടയാണ്. വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റിയെന്ന് ഞങ്ങൾക്കറിയില്ല, പക്ഷേ നല്ല കോടയായിരുന്നു ഉണ്ടായിരുന്നത്. മഴ ഒന്നും കൂടി ശക്തിയിൽ പെയ്യാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ തുടങ്ങി. ഏകദേശം 3 കിലോമീറ്ററോളം താഴത്തേക്ക് ഇറങ്ങാനുണ്ട് നമുക്ക്.
നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ ഒരു വ്യൂ ആണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പോകുന്ന സമയത്ത് ഇത്രത്തോളം മഞ്ഞും കോടയൊന്നും ഇല്ലായിരുന്നു, കാറ്റ് മാത്രമല്ലായിരുന്നു. ഇപ്പം നല്ല കോട ഇറങ്ങിയിട്ടുണ്ട്, മൊത്തത്തിൽ കോടയായിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, നല്ല വിശപ്പായിരുന്നു. വിശപ്പ് ഒരു അസുഖമായിട്ട് കൂടെ കൊണ്ട് നടക്കുന്നത് കൊണ്ടാണോ അതോ നല്ലൊരു മല കയറി ഇറങ്ങിയതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, നല്ല വിശപ്പായിരുന്നു. വരുന്ന സമയത്ത് ഒരു ചേട്ടൻ വാ മോനെ എന്ന് കാണിച്ചിട്ട് ഫുഡ് കാണിച്ച് വിളിച്ചിരുന്നു. അപ്പോൾ അവിടേക്ക് തന്നെ നേരെ വിട്ട് ഹോട്ടൽ പാരഡൈസ് എന്നാണ് ഹോട്ടലിൻ്റെ പേര്. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി, ഒന്നും നോക്കിയില്ല, നല്ല തലശ്ശേരി ബിരിയാണി ആയിരുന്നു. വെട്ടി അങ്ങോട്ട് വീങ്ങി, വയറൊക്കെ നിറഞ്ഞപ്പോൾ നല്ലൊരു ആശ്വാസം കിട്ടി. അപ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്തും കൂടി പോകാമെന്ന് ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അവിടെ നാട്ടുകാർ പറഞ്ഞത് ഏരക്കുണ്ട് പറഞ്ഞൊരു വാട്ടർഫാളും കൂടി ഇതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്, തൊട്ടടുത്ത് തന്നെ. അവിടെ കൂടി പോയിക്കോളും, നല്ല വ്യൂ ആണെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചു. അവിടെ എത്തിയപ്പോഴാണ് ആ ചതി മനസ്സിലായത്. ഒരുപാട് ദൂരം മുകളിലേക്ക് കയറാനുണ്ട് ഇനി. ഓൾറെഡി ഒരു 6 കിലോമീറ്ററോളം ട്രക്ക് ചെയ്ത് വന്ന ഞങ്ങൾക്ക് അത് അത്രത്തോളം പോസിബിൾ ആയിരുന്നില്ല. ഞങ്ങൾ പിന്നെ ഒന്നും നോക്കിയില്ല. അവിടെ പുറമുള്ള ആ വ്യൂവും ഒക്കെ ഒന്ന് കണ്ടിട്ട് മെല്ലെ വണ്ടി തിരിച്ചിട്ട് നാട്ടിലേക്ക് വിടാനുള്ള പരിപാടി നോക്കി. ഓക്കെ ബായ്. അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ലൊക്കേഷൻ നമുക്ക് വീണ്ടും കാണാം.